സൈഡ് കൊടുക്കാൻ ഭയങ്കര റിസ്ക്കാണ്. കാരണം കറക്റ്റ് സ്ഥലമുള്ളൂ. ലോ റേഞ്ചിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഡിണ്ടുകല്ല്, അതുപോലെ കയറിയില്ല റിവേഴ്സ് എടുക്കേണ്ടി വന്നു. ഒറ്റ സ്ട്രെച്ച് അപ്പുറയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ റൂട്ട് യാത്ര നടത്തിയപ്പോൾ എനിക്ക് റെഫറൻസ് നോക്കാൻ പോലും ഒരു വീഡിയോ പോലും ഇല്ല. മലക്കപ്പാറ റൂട്ട് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, നമ്മളാ പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ ലുക്കുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അമ്പലത്തിൽ എന്തോ ഉത്സവം അതാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മോ നോക്കി, ആ ഒരു ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഇറങ്ങി നമ്മളിത് ഈ കാണുന്നതാണ് ഒറ്റച്ചത്രം എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ. ട്രാവൽ ട്രെൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിലാണ്. നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിന് പോകുന്നവരും അല്ലെങ്കിൽ കാറിന് പോകുന്നവരും രണ്ട് വഴിയുള്ളതായിട്ട് നമുക്കറിയാം. ഒന്ന് ബത്തലക്കുണ്ട് വഴി കൊടൈക്കനാൽ വരുന്ന വഴിയും, അതുപോലെ തന്നെ പളനി വഴി കൊടൈക്കനാൽ വരുന്ന രണ്ട് വഴികളെ പറ്റി എല്ലാവർക്കും അറിയാം. എന്നാൽ മൂന്നാമതൊരു വഴിയുണ്ട്. അതൊരു ഫോറസ്റ്റ് റൂട്ടാണ്, അതുപോലെ തന്നെ അത് കുറച്ച് ലോങ് ആയിട്ടുള്ള റൂട്ടാണ്. അപ്പോൾ ഒരുപാട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് കൊടൈക്കനാൽ വരാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നത്. യൂട്യൂബിൽ പോലും വേറൊരു വീഡിയോ ഞാൻ കണ്ടില്ല. കൊടൈക്കനാലിൽ നിന്നും ഒറ്റച്ചത്രം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒരു ട്രാവലാണ്. അതായത് കൊടൈക്കനാലിൽ നിന്നും മൂന്നാമത്തെ റൂട്ടാണ്, ഫോറസ്റ്റ് റൂട്ടാണ്. സ്വന്തം വാഹനത്തിൽ ഈ റൂട്ടിൽ പോകാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്താണെങ്കിലും യൂട്യൂബിലൊന്നും വീഡിയോ ഒന്നുമില്ല. ഈ ഒരു യാത്ര നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, നിങ്ങൾ രാവിലെ ഒറ്റച്ചത്രം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുക. ഒറ്റച്ചത്രം എന്ന് പറഞ്ഞ സ്ഥലം പളനിക്കും അതുപോലെ തന്നെ ഡിണ്ടുകലിനൊക്കെ ഇടയ്ക്കായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി രാവിലെ 5:50 ഒറ്റച്ചത്രം ബസ് സ്റ്റാൻഡിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ള ബസ് കിട്ടും. അതുപോലെ തന്നെ കൊടൈക്കനാലിൽ നിന്ന് റിട്ടേൺ നാട്ടിലോട്ടൊക്കെ പോകുന്നവർക്കായിരിക്കും കുറച്ചുകൂടി ഉപകാരപ്പെടുന്നത്. ആ ബസ്സിന് കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ റിട്ടേൺ പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഫുൾ ഫോറസ്റ്റ് റൂട്ടാണെന്നുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാട്ടോ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടെ നിന്നാണ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ്സുണ്ട്. കേരളത്തിലേക്ക് ബസ്സുകളൊന്നും തന്നെ കൊടൈക്കനാലിൽ നിന്നില്ല. ഇവിടെ കൊടൈക്കനാലിൽ നിന്നുള്ള ബസ് സമയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലേക്കുള്ള ബസ്സിൻ്റെ ടൈം ഒറ്റച്ചത്രം 12 PM കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പളനിയിലേക്ക് ഇവിടുന്ന് 7:15 ലാസ്റ്റ് ബസ്. അപ്പോൾ ഈ വണ്ടിയിൽ അധികം തിരക്കൊന്നുമില്ല, ഒരുപാട് ടൈം എടുക്കും. 5.5 മണിക്കൂറും കൊണ്ടാണ് ഈ ബസ് ഒറ്റച്ചത്രം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുക. അതിൻ്റെ കാരണം ഒരുപാട് വില്ലേജസിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഈ ബസ് ഒറ്റച്ചത്രം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുക. അപ്പോൾ നമ്മുടെ ഡ്രൈവർ സാറാണ് നമ്മുടെ കൂടെ വരുന്നത്. സാറിൻ്റെ പേരെന്നാ? മാരിമുത്തു. இது ஒட்ட பஸ் ரூட் தான் இருக்கு. ஓட்டஞ்சத்திரம் டு கொடைக்கானல் ஒட்ட பஸ் ரூட் தான் இருக்கு. ஒத்த பஸ் ரூட் தான். மார்னிங் எந்த டைம்ல இங்க இருந்து ஸ்டார்ட்? 6 o'clock. 6 o'clock ஒட்டஞ்சத்திரம் கிளம்புறது. இங்க இருந்து கொடைக்கானல்ல இருந்து ஒட்டச்சத்திரத்துக்கு 12:10 12:10க்கு ஒட்ட பஸ் ரூட். ஒட்ட பஸ் தான். ஒரே பஸ். இது ஏது டிப்போ பஸ்? ஒட்டஞ்சத்திரம் branch. ഒറ്റച്ചത്രം branch. ദിണ്ടുക്കൽ മണ്ഡലം ഒട്ടഞ്ചത്രം branch. നിങ്ങളുടെ പേര്? മാരിമുത്തു. ഒരു ബസ് മാത്രമാണ് ഈ റൂട്ടിലുള്ളൂ. അത് രാവിലെ 6 മണിക്കാണ് ഒറ്റച്ചത്രത്തിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് 12:10 കൊടൈക്കനാലിന് ഒറ്റച്ചത്രത്തേക്ക് പോകും. ഒരുപാട് വില്ലേജസിലൂടെ കവർ ചെയ്തിട്ടാണ് ഈ ബസ് ഒറ്റച്ചത്രത്തേക്ക് എത്തുന്നത്. അതുകൂടാതെ ഫുൾ ഫോറസ്റ്റ് റൂട്ടാണ്. ഇതൊരു ഹിഡൻ ആയിട്ടുള്ള റൂട്ടാണ്. ഇത് അധികം ആളുകൾക്ക് അറിയത്തില്ല ഈ റൂട്ട് ഉള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഒരു സ്പെഷ്യൽ റൂട്ടിലാണ്. ഫസ്റ്റ് ടൈം യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നു ഈ റൂട്ട്. അപ്പോൾ കൊടൈക്കനാൽ സ്റ്റാൻഡിൽ നിന്ന് കൃത്യം 12:10 നമ്മുടെ ബസ് എടുക്കുകയാണ്. ഈ റൂട്ടിലൂടെ ഏകദേശം 8-9 ട്രൈബൽ വില്ലേജസ് കവർ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ റൂട്ടാണ്. 27 വർഷമായിട്ട് സർവീസ് നടത്തുന്ന ഒരു റൂട്ടിനെ പറ്റി ഇതുവരെ യൂട്യൂബിൽ ഒരു ട്രാവൽ വീഡിയോ വന്നിട്ടില്ല. മലയാളത്തിൽ ഫസ്റ്റ്, തമിഴിൽ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ പോലത്തെ ഒരു വീഡിയോ ഉണ്ട്. വ്ളോഗായിട്ടൊന്നും ഫുൾ വീഡിയോ ഇല്ല, ആരും ചെയ്തിട്ടില്ല. ബസ്സിലാണെങ്കിലും അങ്ങനെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. എല്ലാ സീറ്റും കാലിയാണ്. പുറയിൽ കണ്ടക്ടർ സാറുണ്ട്. അതുകൂടാതെ ഈ ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും ഉള്ളൂ. കാരണം ഈ റൂട്ടിനെ പറ്റി ആർക്കും അധികം തിരിയില്ല. ടൂറിസ്റ്റുകളായിട്ടുള്ള ഒരാൾക്കും ഈ റൂട്ടിനെ പറ്റി അറിയില്ല എന്നുള്ളതാണ്. പറഞ്ഞ് അവസാനം തമിഴും കൂടെ വന്നു തുടങ്ങി. ഇവരോട് തമിഴ് പറഞ്ഞ് എൻ്റെ മലയാളവും തമിഴായി മാറിയ അവസ്ഥയാണ്. അപ്പോൾ എന്താണെങ്കിലും യാത്ര തുടങ്ങാണ്. അങ്ങനെ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിനോട് വിട പറഞ്ഞിട്ട് നമ്മൾ നേരെ ഒറ്റച്ചത്രം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങി. ഫോറസ്റ്റിൽ കൂടെയുള്ള അടിപൊളി യാത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിത് കൊടൈക്കനാൽ ടൗണിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടോ. നല്ല തിരക്കാട്ടോ. ഇന്നിപ്പോൾ പബ്ലിക് ഹോളിഡേ ആണ്. ശിവരാത്രിയുടെ ഒക്കെ അവധിയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് എല്ലായിടത്തും. ഇപ്പോൾ ഈ കാണുന്നതാണ് കൊടൈക്കനാൽ ഇൻ്റർനാഷണൽ സ്കൂള്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ മക്കളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അതേ ലേക്കിൻ്റെ അങ്ങോട്ടേക്ക് വന്നോട്ടോ. അപ്പോൾ നമ്മളിത് കൊടൈക്കനാലിനോട് വിട പറയുന്ന ഭാഗമാണ്.
കൊടൈക്കനാൽ ലേക്കിൻ്റെ ഭാഗത്തൊന്നും വലിയ തിരക്കില്ല. ഇപ്പോൾ എല്ലാവരും സൈറ്റ് സീയിങ്ങിനായിട്ട് ഗുണ കേവും അതുപോലെ തന്നെ പില്ലർ റോക്കും ഒക്കെ പോയേക്കുന്ന ടൈം ആയതുകൊണ്ട് ഈ ഒരു സൈഡിൽ അത്രയും തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു 5.5 മണിക്കൂറുള്ള യാത്രയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 12:10 എടുക്കുന്ന വണ്ടി 5.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒറ്റച്ചത്രം എന്നുള്ള ആ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ടൗണിലേക്ക് എത്തത്തുള്ളൂ. ഒരാൾക്ക് 100 രൂപയായിട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. കൊടൈക്കനാലിൽ നിന്ന് ഒറ്റച്ചത്രം വരെ 100 രൂപയാണ്. ഡ്രൈവർ സാറിൻ്റെയും കണ്ടക്ടർ സാറിൻ്റെയും പെരുമാറ്റമാണ് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയത്. കാരണം എന്നോട് മുമ്പിൽ വന്നിരുന്നോളാൻ പറഞ്ഞു, വീഡിയോ എടുക്കാനായിട്ട് എല്ലാം ഫുൾ എടുക്കാനായിട്ട് ഫ്രണ്ടിൽ വന്നിരുന്നോളാൻ പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള 2 പേരാണ്. അപ്പോൾ ദേ ഈ കാണുന്ന മലകളിലെല്ലാം കൊടൈക്കനാലിൻ്റെ ഗ്രാമങ്ങളാണ്. കൊടൈക്കനാൽ ടൗണിനോട് ചേർന്നിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളാണ്. കൊടൈക്കനാലിൻ്റെ പ്രത്യേകതകളെല്ലാം കുന്നുകളിലാണ് ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഇതിനു മുന്നേ ഈ റൂട്ടിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇനി യാത്ര നടത്തുന്ന കൂട്ടുകാർക്ക് അതൊരു ഉപകാരമാവും. ഞാൻ പറയുമ്പോൾ ഞാൻ മാത്രം പറയുന്ന പോലെയാവും. അനുഭവസ്ഥരുണ്ടെങ്കിൽ അവരുടെ കമൻറ്റ് കൂടെ കിട്ടുവാണെങ്കിൽ ഇനി ഈ വീഡിയോ കണ്ടിട്ട് യാത്ര ചെയ്യുന്ന കൂട്ടുകാർക്ക് അതൊരു വളരെ ഉപകാരമായിരിക്കും. കൊടൈക്കനാലിലെ സിൽവർ വാട്ടർഫോൾസ് എന്നുള്ള വെള്ളച്ചാട്ടമാണ്. നമ്മുടെ കൊടൈക്കനാൽ ലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളം വരുന്ന ഒരു വാട്ടർഫോൾസ് ആണ് സിൽവർ വാട്ടർഫോൾസ്. ഈ ഒരു വാട്ടർഫോൾസിൽ മെയിനായിട്ടുള്ള വെള്ളം കൊടൈക്കനാൽ ലേക്കിലെ വെള്ളം തന്നെയാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകളെല്ലാം ധാരാളമായിട്ട് അവധി ആയതുകൊണ്ട് വന്നേക്കുന്നതാണ്. പക്ഷേ വെള്ളം കുറവാണ്, ഫാൾസിൽ വെള്ളം കുറവാണ്. എങ്കിലും നിറയെ ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. ഇതെല്ലാം കേരള വണ്ടികളാണ്. പൊതു അവധി ആയതുകൊണ്ട്, ശിവരാത്രിയുടെ പൊതു അവധി ആയതുകൊണ്ടുള്ള തിരക്കാണ്. ഇപ്പോൾ നമ്മൾ പളനിപ്പിറവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ഇവിടെ നിന്നാണ് പളനിയിലേക്കും ബത്തലക്കുണ്ടിലേക്കും ഒക്കെ തിരിഞ്ഞു പോകുന്നത്. മെയിൻ ജംഗ്ഷനാണ്. കൊടൈക്കനാൽ കഴിഞ്ഞാൽ ചെറിയ ഒരു ടൗൺ ഏരിയ വരുന്നത് പളനിപ്പിറവ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലമാണ്. നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബത്തലക്കുണ്ട് ആ റൂട്ടാണ്. ഇങ്ങോട്ടേക്ക് ഇട സൈഡിലേക്ക് കാണുന്ന വഴി പളനിയാണ്. പളനി റൂട്ടിലേക്ക് പോകണമെങ്കിൽ ഈ റൂട്ടിലേക്ക്, ഈ ഇടത്തോട്ടുള്ള വഴിക്കാണ് പോകേണ്ടത്. ഇതാണ് പളനി റൂട്ട്. നമ്മൾ ബത്തലക്കുണ്ട് റൂട്ടിൽ പോയിട്ടാണ് തിരിഞ്ഞ് ഫോറസ്റ്റ് റൂട്ടിലേക്ക് എൻ്റർ ആവുന്നത്. അപ്പോൾ വത്തലക്കുണ്ട് തേനി ആ റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്വന്തം വാഹനത്തിലൊക്കെ വരുന്നവർ പളനി റൂട്ടിനേക്കാളും കുറച്ചുകൂടി സേഫും കുറച്ചുകൂടി വഴി നല്ലതും കുറച്ചുകൂടി വീതിയുള്ള വഴിയുള്ളത് വത്തലക്കുണ്ട് കൊടൈക്കനാൽ റൂട്ടാണ്. കുറച്ചുകൂടി ബെറ്റർ റൂട്ട്, കുറച്ചുകൂടി വീതിയുണ്ട്. പളനി റൂട്ട് ഭയങ്കര ഇടുങ്ങിയ റോഡാണ്, ഇതുപോലെ തന്നെ നാരോ റോഡാണ്, ഡേഞ്ചറസ് ആണ്, ഒരുപാട് കൊക്കയൊക്കെ ഉള്ള റൂട്ടാണ്. ഇപ്പോൾ ഈ ആദിവാസി ഗ്രാമത്തിലേക്കുള്ള ആൾക്കാരാണ് ഈ ബസ്സിൽ. അവരല്ലാതെ വേറെ ആരും കയറുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ബസ്സിലുള്ളൂ. സീറ്റൊക്കെ ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ മയിലാടുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. മയിലാടുംപാറ എന്ന് പറഞ്ഞ സ്ഥലം അവരുടെ കൊടൈക്കനാൽ റീജിയൻ തുടങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇത് കഴിഞ്ഞ താഴേക്ക് ഡിണ്ടുകൾ റീജിയൻ ആണ് ഇതിന്റെ താഴേക്ക് വരിക. മയിലാടുംപാറ തൊട്ടാണ് കൊടൈക്കനാലിലെ ഒരു ഏരിയ തുടങ്ങുന്നത് തന്നെ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആട്ടോ. ആളുകൾ ഇവിടെയുള്ള ഗ്രാമങ്ങളിലേക്കുള്ള ആളുകൾ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. പിക്കപ്പിലൊക്കെയാണ് കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ഉൾഗ്രാമങ്ങളിലേക്കെല്ലാം. ഇവിടെ താഴോട്ട് നമ്മൾ പോകുന്നോട്ടോ. നമ്മളിപ്പോൾ ബത്തലക്കുണ്ട് പോകുന്ന വഴിക്കാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കൃഷിത്തോട്ടങ്ങളുടെയൊക്കെ കാഴ്ചകൾ കാണാം. പന്നക്കാട് പിറവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകേണ്ടത്. പന്നക്കാട് പിറവ് മെയിൻ ബത്തലക്കുണ്ട് റൂട്ടിൽ നിന്ന് തിരിഞ്ഞ് പന്നക്കാട് പിറവ് എന്ന് പറഞ്ഞ റൂട്ടിലേക്ക് കയറി. ഈ റോഡ് സ്പെഷ്യൽ റൂട്ടാണ്. അപ്പോൾ പന്നക്കാട് പിറവ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ നിന്നാണ് തിരിഞ്ഞ് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഫോറസ്റ്റ് റൂട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ പന്നക്കാട് പിറവ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാരൊക്കെ കയറി കുറച്ച് ആൾക്കാരേ ഉള്ളൂ എങ്കിൽ പോലും ആൾക്കാരൊക്കെ കയറി നമ്മൾ ആ ഫോറസ്റ്റ് റൂട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് താണ്ടിക്കുടി കൊടൈക്കനാൽ വത്തലക്കുണ്ട്. നമ്മൾ ബസ് വന്ന ജംഗ്ഷൻ പന്നക്കാട് പിറവും. ഇത് ഇവിടുന്ന് 3 കിലോമീറ്റർ പോയ പന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇനി ഫുള്ള് ഇതുപോലത്തെ ചെറിയ വഴികളിലൂടെയുള്ള യാത്രയായിരിക്കും. നമ്മുടെ ഗ്രാമത്തിലൂടെയുള്ള വഴികൾ എന്നൊക്കെ പറയില്ല, അതൊക്കെ വഴിയാണ്. ചെറിയ വഴി, റബ്ബറൈസർ റോഡാണ്, പക്ഷെ വീതി കുറവാണ്. കിണ്ണക്കവരയ്ക്കൊക്കെ നമ്മൾ ഊട്ടിയിൽ നിന്ന് പോകുന്ന ഒരു റൂട്ടാണിത്. ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ളത്. ഇങ്ങോട്ട് ഫോറസ്റ്റ് ആണ് ഫുള്ള്. ഈ ഒരു വഴി അധികം ആളുകളൊന്നും ഇങ്ങനെ യാത്ര ചെയ്യാറില്ല. ഈ ഗ്രാമത്തിലുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യാറുള്ളത്. ഒരുപാട് ഹെയർപിൻ വളവുകളൊക്കെ കയറി ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഒരു സൈഡിലോട്ട് നല്ല വനവും മറ്റൊരു സൈഡിലേക്ക് കൃഷിഭൂമികളൊക്കെ കാണാം. ഇവിടെ വനം വെട്ടിത്തെളിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ആണോ അതോ എസ്റ്റേറ്റ് ആണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതുവരെ പോകാത്ത റൂട്ടിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് കെയർവുകളുള്ള റൂട്ടാണ്. സൂക്ഷിച്ച് പോകണമെന്നൊക്കെ ഉള്ള സൈൻ ബോർഡൊക്കെ ധാരാളം കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ടോട്ടലി ഒരു ഫോറസ്റ്റ് ആംബിയൻസ് തന്നെയാണ് എല്ലായിടത്തും. അപ്പോൾ നമ്മൾ പന്നക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെറിയൊരു ജംഗ്ഷനിലോട്ട് വന്നു. ഈ പോകുന്ന വഴിക്കുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ വില്ലേജ് ടൗണുകളുണ്ട്. ടൗൺ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ ജംഗ്ഷനുകൾ. അവിടെയെല്ലാം കടകളും കാര്യങ്ങളും ഉണ്ട്. വലിയ 2 വണ്ടികൾ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊന്നും സ്ഥലമില്ല. വീണ്ടും ബസ് യാത്ര തുടങ്ങിയിട്ടോ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റോളം അവിടെ സ്റ്റോപ്പ് ചെയ്തു. കുറേ ആളുകൾ ഈ വണ്ടിയിലേക്ക് കയറി. അതിനുശേഷം വീണ്ടും യാത്ര തുടരുവാണ്. ഇതുപോലെ ഒത്തിരി ഗ്രാമങ്ങളോടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ബസ് ഒറ്റച്ചത്രം എന്ന് പറഞ്ഞിട്ടുള്ള ടൗണിലേക്ക് എത്തുക. അതായത് നേരായ വഴിയല്ല, വളഞ്ഞ വഴിയാണ്. അത്യാവശ്യം വലിയ വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ.
ചെറിയൊരു ഗ്രാമമല്ല, ഗ്രാമമാണെങ്കിൽ പോലും അത്യാവശ്യം ഒരു റിച്ച് കൾച്ചറുള്ള ഗ്രാമം പോലെ ഫീൽ ചെയ്തു. ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ മലയിൽ കാടും അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. നമ്മൾ നേരെ ഏതായാലും ആ റൂട്ടിലൊക്കെയാണ് പോകുന്നത്, ഫോറസ്റ്റ് കൂടെയൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ഒരളപ്പട്ടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് ബോർഡ് നോക്കിയിട്ടാട്ടോ ഞാൻ ഈ പറയുന്നത്. ഫുൾ കളർഫുൾ ആണ്. വീട് പോലും അങ്ങനെ തേക്കാത്ത രീതിയിലോ ഒന്നുമില്ല. എല്ലാം പഴയ മോഡൽ വീടുകളാണെങ്കിലും നോക്കുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് എവിടെ നിന്ന് നോക്കിയാലും ആരാണെങ്കിലും ഒന്ന് നോക്കുന്ന രീതിയിലുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു വീടുകളാണ്. ഇപ്പോൾ ഓപ്പോസിറ്റ് മലയിലേക്കൊക്കെ നോക്കി അറിയാം, അവിടെ എല്ലാം അതുപോലെ നല്ല കളറിലാണ് ആ വീടുകളെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. എനിക്ക് പലയിടത്ത് പോയപ്പോഴും തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ വീടുകളുടെയൊക്കെ ഒരു കാഴ്ച. വീടുകളും അമ്പലങ്ങളൊക്കെ ഭയങ്കര കളർഫുള്ളാണ്. ഇതൊരു അമ്പലമാണ്, ആ അമ്പലത്തിൻ്റെ ഒരു ഇത് നോക്കി ആരാണെങ്കിലും നോക്കി പോകില്ലേ. അതുപോലെ തന്നെ വീടുകൾ നോക്കി പച്ചയും മഞ്ഞയും, എവിടെ നിന്നാലും എടുത്തറിയുക ആ കളറുകൾ. അപ്പൊ നമ്മൾ ആ ഒരു മല ഇറങ്ങി വേറൊരു കുന്നിൻ ചെരുവിലുള്ള വീട്ടിലേക്ക് എത്തി. ഇത് നോക്കി, ഇതെന്തത് വീടോ പള്ളിയോ, എല്ലാം പഴയ മോഡൽ സെറ്റപ്പുകളാട്ടെ. ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ട വീടുകൾ. ഇത്ര ആദ്യം ആളുകൾ ഇപ്പം നമ്മുടെ ബസ്സിൽ കയറാനും ഉണ്ട് ഇങ്ങോട്ടേക്ക്. വീണ്ടും ആ ഗ്രാമങ്ങളൊക്കെ താണ്ടി വീണ്ടും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമത്തിന്റെ ഉള്ളിലൂടെയുള്ള രണ്ട് സൈഡിലും വീടുകളൊക്കെ ആയിട്ടുള്ള ഇടുങ്ങിയ റോഡിലൂടെയുള്ള യാത്രയാട്ടോ. നമ്മൾ ആ ഗ്രാമങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞ് വീണ്ടും ചെറിയ ഒരു ഫോറസ്റ്റ് ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് മുൻപോട്ട് പോകുന്നത്. ഇതെല്ലാം ഓരോ ആളുകളുടെ കുലദൈവങ്ങളുടെ ക്ഷേത്രങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഓരോ കുടുംബക്കാർക്കും ഒരു ക്ഷേത്രം ഉണ്ടാവില്ല, അങ്ങനെയാണ് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും. അങ്ങനെ കുലദൈവങ്ങളുടെ ക്ഷേത്രങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഇന്ന് കാപ്പിത്തോട്ടാണ്, കാപ്പി കൃഷിയുടെ തോട്ടാണ് മുകളിലോട്ട് കാണുന്നത്. ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു മലയൊക്കെ വളരെ അടുത്ത് വന്നു കേട്ടോ. എന്താണേലും ആ ഫോറസ്റ്റും മലയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മുടെ ഈ വണ്ടി കടന്നു പോകുന്നതെന്ന് ഏകദേശം മനസ്സിലായി. രണ്ട് സൈഡിലും കാപ്പിത്തോട്ടം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ മലയാളികളുടെ എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് മലയാളികളുടെ വണ്ടികളൊക്കെ ഇവിടെ കാണുന്നത്. പെട്ടെന്ന് ഒരു ബസ്, ഒരു ചെറിയ മിനി ബസ് വന്നു. അപ്പോൾ സൈഡിലൂടെ ഒക്കെ അല്ലാത്തതുകൊണ്ട് ആ ബസ് പുറത്തോട്ട് എടുക്കുവാണ്. ഇതുണ്ടോ, ഒട്ടും സ്ഥലമില്ല. ഇത്ര നേരം കണ്ട ഫോറസ്റ്റ് പോലെയല്ല, കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് കൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, മുകളിലോട്ടൊക്കെ നോക്കി അറിയാം, ഒന്നും തന്നെ കാണാനില്ല. നല്ല തണൽ നിറഞ്ഞ കാടാണ്, ഉൾക്കാട് എന്ന് പറയാം, ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ പോയി ഓരോ ഗ്രാമങ്ങളിൽ എത്തിച്ചേരും. അവിടെ നിന്ന് വീണ്ടും ഫോറസ്റ്റിലൂടെ ട്രാവൽ ചെയ്ത് വീണ്ടും ഓരോ ഗ്രാമങ്ങളിൽ എത്തിച്ചേരും. അങ്ങനെ ഗ്രാമങ്ങളിലൂടെ കണക്ട് ചെയ്തിട്ട് സർവീസ് നടത്തുന്ന ബസ്സാണ്. അപ്പോൾ ഞാനിതിൽ കണ്ടക്ടറോട് സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപാട് ഗ്രാമങ്ങളിലെ ആളുകൾ കൊടൈക്കനാലിലോട്ടാണ് മെയിനായിട്ട് പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ട് രാവിലെയും സർവീസ് നടത്തുന്ന ഒരു റൂട്ടാണിത്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള റൂട്ട് ആയതുകൊണ്ട് തന്നെ അധികം വണ്ടികൾ ഈ പ്രദേശത്തൂടെ ഇല്ല. അപ്പോൾ ഈ ഒരു ബസ് സർവീസ് മാത്രമാണ് ഈ റൂട്ടിലൂടെ യാത്ര നടത്തുന്നത്, വേറെ ഒരു ബസ് റൂട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ രാവിലെ ബസ്സിന് കൊടൈക്കനാൽ പോയിട്ട് ആളുകൾ കാര്യങ്ങളും പഞ്ചായത്ത്, പോലീസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടത്തി തിരിച്ച് ഈ ബസ്സിൽ തന്നെ റിട്ടേൺ വരുന്ന ഒരു പതിവാണ് ഇവിടെയുള്ള ആളുകൾക്ക് ഉള്ളതെന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഒരുപാട് മലകളിലൂടെ കറങ്ങിയാണ് പോകുന്നത്. ഒരുപാട് ചെറിയ ഹെയർ പിൻ എന്ന് പറയാൻ പറ്റില്ല, ഓരോ മലകളെത്തി ഇങ്ങനെ കറങ്ങി മലകളെ വലം വെച്ച് പോകുന്ന പോലത്തെ ഫീലാണ്. കുറേ കഴിയുമ്പോൾ ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ കാടും ചില സ്ഥലത്ത് പല പുൽമേടുകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്താണേലും ഒരു സൈഡിലോട്ട് ചെറിയ കൊക്കയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കൊക്കയുടെ കാഴ്ചകളാണ് ഈ സൈഡിലൊക്കെ. കൊക്കയുടെ കാഴ്ച വലത് സൈഡിൽ നമ്മൾ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ആ ഒരു വഴിയുടെ സൈഡിൽ തന്നെ വലിയ പാറക്കെട്ടും ഒക്കെയാണ് നിൽക്കുന്നത്. ഇടുങ്ങിയ വഴിയായതുകൊണ്ട് കറക്റ്റ് ബസ്സിന് പോകുന്ന രീതിയിൽ മാത്രമുള്ള ഒരു വഴിയാണ്. പെട്ടെന്നൊരു കാറ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സൈഡ് കൊടുക്കാനുള്ള സ്ഥലമില്ല. ഇതുണ്ടോ, ചതുപ്പ് നിറഞ്ഞ സ്ഥലത്ത്, അതായത് കാട് നിറഞ്ഞ സ്ഥലത്തൊക്കെ വലിയ കുഴികളുണ്ട്. അതുകൊണ്ട് ഒരു വണ്ടിയൊക്കെ ഇടയ്ക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗവി റൂട്ട് പോലെ തന്നെയാണ്, വളരെ ചെറിയ വഴിയാണ്. അതുപോലെ തന്നെ ഗവി റൂട്ടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള അതേ റൂട്ട് തന്നെയാണ് ഇതും. തിക്കായിട്ടുള്ള ഫോറസ്റ്റിലൂടെയുള്ള ഒരു ബസ് യാത്ര. ഈ പോകുന്ന വഴിക്ക് മരക്കമ്പുകളൊക്കെ വന്നിട്ട് വണ്ടിയുടെ ചില്ലയിലൊക്കെ കടിക്കുകയാണ്, കാരണം അത്രയും തിക്കായിട്ടാണ് മരങ്ങളൊക്കെ നിൽക്കുന്നത്. ഒരു സൈഡിലോട്ട് കിഡിലും വ്യൂ പോയിന്റ് ആണ്, നോക്കി താഴേക്ക് നോക്കി അതിമനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ്. അവിടെ ഡാമിന്റെ വ്യൂ ഒക്കെ കാണാം. വൈഗ ഡാം ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. ഒരു സൈഡിലേക്ക് ഡാമിന്റെ കൊക്കയുടെയൊക്കെ അതിഭീകരമായിട്ടുള്ള കാഴ്ചകളാട്ടോ. എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. മലക്കപ്പാറയെന്ന് അതിരപ്പള്ളിക്കുള്ള റോഡിലെ അതേ മോഡലാണ്. വഴി ഇച്ചിരി മോശമായി തുടങ്ങി, ഇച്ചിരി അല്ല നല്ല രീതിയിൽ മോശമായി തുടങ്ങി. അപ്പോൾ നല്ല ഡീപ്പ് ഫോറസ്റ്റ്, അതിരപ്പള്ളി മലക്കപ്പാറ റോഡിന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അതേ കാട്. അത്യാവശ്യം ഡ്രൈ ആണ് ഇപ്പോൾ. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര പച്ചപ്പൊക്കെ പറഞ്ഞ് അടിപൊളി റൂട്ടായി മാറും എന്നുള്ള ഒരു ഉറപ്പാണിത്. എന്താണെങ്കിലും പക്ക അതേ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിന്റെ അതേ ആംബിയൻസ് ഒരു വഴി. 2 കിലോമീറ്ററോടെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിലേക്ക് എത്തും. വീണ്ടും കയറ്റം കയറി തുടങ്ങി. പയ്യെ ഗിയറൊക്കെ മാറി മല കയറാനുള്ള തയ്യാറെടുപ്പാണ്. അതികഠിനമായിട്ടുള്ള ഒരു ഹെയർ പിൻ ബെൻഡ് കയറി
നമ്മൾ നേരെ മല കയറാനുള്ള ഒരു തുടക്കമാണ്. വീണ്ടും മലകയറ്റം തുടങ്ങി, ഡീപ്പായിട്ടുള്ള ഒരു കയറ്റം. അപ്പൊ അതേ അടുത്തൊരു ഗ്രാമത്തിന്റെ ബോർഡ് കണ്ടു കേട്ടോ. ഗ്രാമത്തിന്റെ പേര് കടുകുത്തടി എന്ന് എന്തോ ആണ് ഗ്രാമത്തിന്റെ പേര്. ഇതൊക്കെ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. കടുകത്തുടി എല്ലാം വാഴക്കൃഷിയാണ് അധികമായിട്ടുള്ളത്. ഒരുപാട് വാഴക്കൃഷികൾ കാണാം. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വാഴത്തോട്ടാണ്. ഈ വാഴക്കൃഷിക്ക് ഇവർ കൊലയേക്കാൾ കൂടുതൽ ഇവർ ഇലയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. കാരണം ഈ ഇല വെട്ടി ഹോട്ടലുകളിലൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാ ഹോട്ടലുകളിലും ഫുഡ് വിളമ്പുന്ന ഇലയിലാണ്. അതുകൊണ്ട് തന്നെ വാഴക്കൃഷിക്ക് ഒരു പ്രാധാന്യം കൊലയേക്കാൾ കൂടുതൽ കൊടുക്കുന്നത് ഇവർ ഇല എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്ത കൃഷിത്തോട്ടങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മൃഗങ്ങളുടെയൊക്കെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലം കൂടിയാണ് വണ്ടിക്കുടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ ഇത് അവിടെ ഒരു വില്ലേജിൽ സെലിബ്രേഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താ പരിപാടി എന്ന് അറിയാൻ പാടില്ല. കോവിലിലെ ഉത്സവമാണെന്ന് തോന്നുന്നു. ആളുകളെല്ലാം ഭയങ്കര സെലിബ്രേഷനായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ തലയിൽ പൂവും അതുപോലെ തന്നെ ശൂലവും വാളൊക്കെ ആയിട്ട് കോവിലിലോട്ട് പോകുന്ന പ്രദക്ഷിണം പോലെ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ ആ കോവിലിൽ തിരുവഴിയാണെന്നാണ് കണ്ടക്ടറേട്ടൻ പറഞ്ഞത്. ആളുകളെല്ലാം കോവിലിലേക്ക് പോകുന്നതാണ്. നമ്മളീ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഇതുപോലത്തെ വഴിക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത്ര ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ സർവീസ് നടത്തി പോകുന്ന ബസ്. നമ്മൾ ആ ഗ്രാമത്തിൽ വന്ന് ഇവിടെ കുറച്ചൊരു സ്റ്റോപ്പ് ഉണ്ട്, ടീ ബ്രേക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഒരു ചായ കുടിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാം. അങ്ങനെ 5.5 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ കുറച്ചധികം സമയം എടുക്കും ഈ വണ്ടി താഴെ ചെല്ലാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ നിന്ന് ഒരു ചായ കുടിക്കുകയാണ്. ഒരു സാധാരണ കട. ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പൊറോട്ട കേട്ടോ. പൊറോട്ടയല്ല, ബണ്ണ്. എന്താണെങ്കിലും അടിപൊളി ഒരു ചായ കുടിച്ചിട്ട് ആവാനി മുൻപോട്ടുള്ള യാത്ര. അപ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലെ നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓപ്പോസിറ്റ് ഒക്കെ മലകളുടെയും കൃഷികളുടെയൊക്കെ കാഴ്ചയാണ്. പക്ഷെ ഇതൊരു ഫോറസ്റ്റ് നിയർ ബൈ ഏരിയ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷികളൊക്കെ കുറേ ഉപേക്ഷിച്ച സ്ഥിതി കാണുന്നുണ്ട്. 400 മീറ്റർ കൂടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിലേക്ക് എത്തും. കനലക്കാട് എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. ഗ്രാമങ്ങളാണെങ്കിൽ പോലും അവിടെ എല്ലാം സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ആ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപേ ആ സ്ഥലത്തിന്റെ പേരെന്താണെന്നും ക്ഷേത്രങ്ങളും പള്ളികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ പാറക്കെട്ടൊക്കെ റോഡിന്റെ സൈഡിൽ ഇരിക്കുന്നു കേട്ടോ. കറക്റ്റ് ഒരു ബസ്സൊക്കെ കടന്നു പോകുന്ന രീതിയിലുള്ള റോഡുകളാണ് കൂടുതലും. കുറേ ദൂരം പോകുന്നപ്പോഴത്തേനും കിലോമീറ്ററുകൾ താണ്ടുന്ന കാപ്പിത്തോട്ടവും കുരുമുളകും അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് കൂടുതലും. നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറോളമായി. പല പ്രദേശത്ത് ചെല്ലുമ്പോഴത്തേന് ഭയങ്കര ഇരുണ്ട ഫീലാട്ടോ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതോട്ട് ഇത്ര തിക്കായിട്ടുള്ള മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മളിത് കുറേ ഹെയർ പിൻ ബെൻഡുകൾ ഇറങ്ങിയിട്ട് വീണ്ടും ഇങ്ങനെ ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഒരു വ്യൂ അല്ലേ. നോക്കി സ്ട്രെയിറ്റ് ആയിട്ട് ആ റോഡ്, ഫോറസ്റ്റിന്റെ കാഴ്ചകൾ, നല്ല പച്ചപ്പാണ്. ഈ ഒരു കാഴ്ച എനിക്ക് തോന്നുന്നു വേറെ സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ ചെന്നാൽ കാണാൻ കഴിയില്ല. നമ്മുടെ കേരളത്തിന്റെ കാട് പോലെ തോന്നിപ്പിക്കുന്ന അതേ കാട്, അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലുള്ള അതേ കാടിന്റെ കാഴ്ചകളാണ് ഈ റൂട്ടിലുള്ള കേട്ടോ. വീണ്ടും ഒരു ഹെയർ പിൻ ബെൻഡായി. ആ ഹെയർ പിൻ ബെൻഡ് കുറച്ച് കഠിനമായിട്ടുള്ള ഹെയർ പിൻ ബെൻഡ് കേട്ടോ. അത് കയറി മുകളിലോട്ട് ഇങ്ങനെ പോവാണ്. കടന്നു പോകുമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് അങ്ങ് പോകത്തുള്ളൂ. അങ്ങനെ ഒരു തരത്തിൽ അത് കടന്നു പോകുന്നു. എന്തായാലും കുറെ ഫോറസ്റ്റും കുറെ ഹെയർ പിൻ ബെൻഡുകളും കയറിയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഹെയർ പിൻ ബെൻഡുകളുണ്ട് കേട്ടോ. പിന്നെ ധൈര്യമായിട്ട് പോകുന്ന ഈ വഴിക്ക് വേറെ വാഹനങ്ങളൊന്നും അധികം വരാത്തതുകൊണ്ട് ഡ്രൈവർ നല്ല കോൺഫിഡൻസോടുകൂടി നല്ല വിട്ടടിച്ചാണ് പോകുന്നത്. ഒരു അധികം വാഹനങ്ങളൊന്നുമില്ല. വില്ലേജിലേക്കുള്ള ചെറിയ ബൈക്കുകളും ചെറിയ വണ്ടികൾ മാത്രമാണ് ഈ വഴിയെ യാത്ര നടത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻസോടുകൂടി തിരക്കൊന്നുമില്ലാതെ വളരെ സമാധാനപരമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന റൂട്ടാട്ടോ അത്. ഇതുപോലെ എത്ര ഹെയർ പിൻ കയറിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഒരുപാട് ഹെയർ പിൻ കയറിയിട്ട് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്ര കഠിനമായിട്ടുള്ള കയറ്റമൊന്നുമല്ല ഉള്ളത്. അത്യാവശ്യം നല്ല ഹെയർ പിൻ ബെൻഡുകളാണ്. അതെല്ലാം കയറി ഇങ്ങനെ വളഞ്ഞ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതായി ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭീകരമായ കാടായിട്ടോ. കാടെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ സാധാരണ കുറ്റിക്കാടുകളാണ് നമ്മൾ കാണാറുള്ളത്. അതായത് കാട് ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികൾ നിറഞ്ഞ കാടുകളാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് നമ്മൾ കേരളത്തിൽ കാണുന്ന അതേ കാടുണ്ടല്ലോ, നല്ല മഴക്കാടുകൾ പോലെ തോന്നിപ്പിക്കുന്ന നല്ല തിക്കാർന്ന ഫോറസ്റ്റ്, അതാണ് ഈ ഒരു ഏരിയയിലേക്കുള്ളത്. ഡേഞ്ചർ ആയിട്ടുള്ള കെയർവാണ്, സൂക്ഷിച്ച് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണേലും ആ കെയർവ് കയറി മുകളിലോട്ട് പോവാണ്. ഓ എൻ്റെ അമ്മൂ, ഡ്രൈവർ അത്ര കഠിനമായിട്ടിരുന്ന് വളച്ചിട്ടാണ് കയറ്റ കയറുന്നത്. കയറിയില്ല റിവേഴ്സ് എടുക്കേണ്ടി വന്നു. റിവേഴ്സ് എടുത്ത് ഒന്നുകൊണ്ട് എടുത്തപ്പോൾ കയറി പോന്നു. ആ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. ഒരാൾ താമസം ഒന്നുമില്ലാത്ത ഡേഞ്ചർ ആയിട്ടുള്ള ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്ര ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റിൽ കൂടെ ഉള്ള ഒരു അഡ്വഞ്ചർ ജേണി ആയിരിക്കും ഇതെന്ന്. ഞാൻ ആദ്യം ഗ്രാമങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറേ ഗ്രാമങ്ങളൊക്കെ മാത്രമുള്ള ഒരു റൂട്ടാണെന്നാണ് വിചാരിച്ചത്. ഫോറസ്റ്റ് റൂട്ടെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും
തിക്കായിട്ടുള്ള നമ്മൾ അതിരപ്പള്ളി മലക്കപ്പാറ പോലത്തെ ഒരു ഫോറസ്റ്റ് റൂട്ടാണെന്നൊന്നും എൻ്റെ മനസ്സിലേ പോയിട്ടില്ല. എന്താണേലും ഇതൊന്നുമല്ല, മഴക്കാലത്ത് ഒന്നുകൂടി ഒന്ന് പോകണം. ഇപ്പം നമുക്ക് പോയ ആ ഒരു സമയം ശരിയല്ലെന്ന് പറയാം. ഇപ്പോൾ ഏതായാലും നമ്മൾ ആ മലയൊക്കെ കയറി ഏകദേശം നല്ല മുകളിലേക്ക് എത്തി. വീണ്ടും ഒരു ഹെയർ പിൻ ബെൻഡ് കയറുമ്പോൾ ഈ സൈഡിലോട്ട് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇപ്പോൾ പക്ക ഞാൻ പറയാം മലക്കപ്പാറ റൂട്ട് തന്നെയാണിത്. കാരണം അതുപോലെ ഫോറസ്റ്റുകളുടെ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് കാണാനും സെയിം ആയിട്ട് അതുപോലെ കാടിൻ്റെ അതേ കാഴ്ചകൾ തന്നെ. ഒരു മൊത്തത്തിലൊരു 15-16ഓളം ഹെയർ പിൻ ബെൻഡുകൾ മുകളിലോട്ട് ഇപ്പോൾ കയറിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന മലയുടെ മുകളിലോട്ടാട്ടോ എത്തുന്നത്. ഹെയർ പിൻ ബെൻഡുകളൊക്കെ കയറി ഈ ഒരു മലയുടെ മുകളിലേക്ക് എത്തി. ഇപ്പോൾ അതേ വീണ്ടും ഒരു ഗ്രാമത്തിലേക്ക് എത്തി കേട്ടോ. കാരണം ഇവിടെ ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ കൊടുത്ത് ചെറിയ വീടുകളും മറ്റും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയിലേക്ക് വന്നു. 15-16 കിലോമീറ്ററോളം ഫോറസ്റ്റിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടാണ് ഈ ഗ്രാമത്തിലേക്ക് എത്തിയത്. ഇത് നമ്മളൊരു ഗ്രാമത്തിലേക്ക് എത്തിയിട്ട് വീണ്ടും നമ്മൾ ഈ വന്ന ഗ്രാമത്തിൻ്റെ പേരാണ് കുപ്പമ്മപ്പെട്ടി. അപ്പോൾ വനമേഖല കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഗ്രാമമാണ് കുപ്പമ്മപ്പെട്ടി. നോക്കി ഇവിടുത്തെ വാഴയ്ക്കൊക്കെ എന്ത് ഉയരമാണെന്ന് നോക്കി. നല്ല ഉയരത്തിലാട്ടോ വാഴയൊക്കെ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രാമം കഴിഞ്ഞിട്ട് അടുത്ത ഗ്രാമമാണ് ആടല്ലൂർക്ക് ഇവിടുന്ന് 9 കിലോമീറ്റർ ഉണ്ടെന്ന് ബോർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സാധാരണ ഒരു ചെറിയ വില്ലേജാണ്. ഇത് സ്കൂളാണ് ഈ കാണുന്നത്. സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു വില്ലേജ്. വളരെ പഴയ മോഡൽ വീടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ തമിഴ്നാട് ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാഴക്കൃഷിയാണ് ഏറ്റവും മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഫോറസ്റ്റിലേക്ക് എൻ്ററായി. ആ കുപ്പമ്മപ്പെട്ടി ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫോറസ്റ്റ്. ഇനി അടുത്ത ഗ്രാമം ആടല്ലൂർ 14 കിലോമീറ്റർ അപ്പുറയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വീണ്ടും അതിഭീകരമായിട്ടുള്ള കാടിലേക്കാണ് വീണ്ടും കയറിയത്. എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഒരു ഗ്രാമത്തിലേക്ക് എത്താൻ അതിഭീകരമായ വനത്തിലൂടെ യാത്ര ചെയ്ത് ആ ഗ്രാമം കഴിഞ്ഞ് വീണ്ടും നല്ല വനത്തിലൂടെ യാത്ര ചെയ്ത് അങ്ങനെ അവസാനമാണ് നമ്മൾ ഒറ്റച്ചത്രം എന്നുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള വനത്തിൻ്റെ കാഴ്ചകൾ കിട്ടുന്ന ഒരു സൂപ്പർ റൂട്ട് തന്നെയാണ് കേട്ടോ ഇത്. ഈ കാണുന്ന കുരുമുളക് തോട്ടോ ഏലത്തോട്ടോ കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ മുൻപോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കിട്ടി. അതിൻ്റെ ഇടയിൽ കാപ്പി കാണാം. നമ്മുടെ വണ്ടി KC പട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ അണ്ണനോട് ചോദിച്ചപ്പോൾ ഫോറസ്റ്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇനിയും ഫോറസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളുള്ളത് KC പട്ടി എന്ന് പറഞ്ഞിട്ട് സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഫുഡ് വേണമെങ്കിൽ കഴിക്കാം. ഫുഡ് കഴിക്കുന്നവർക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ ഒരു 20 മിനിറ്റോളം ബ്രേക്ക് ഉണ്ട്. നമ്മൾ ഈ യാത്ര 12:10 തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3:15-3:30 സമയമായി. ആ സമയമായപ്പോഴാണ് ഒരു ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു പോയിന്റ് വന്നത്. ആദ്യം ഒരു സ്റ്റോപ്പിൽ ജസ്റ്റ് ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. KC പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും നമ്മൾ യാത്ര വീണ്ടും മുൻപോട്ട് തുടരുവാണ്. അങ്ങനെ കുറേ അധികം ദൂരം നമ്മൾ യാത്ര ചെയ്തു. അപ്പോൾ ഇതെല്ലാം ആൾവാസമുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോഴെല്ലാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും പകർത്താനില്ല. ഇതുപോലെ കൃഷികളുടെ കാഴ്ചകളൊക്കെയാണ്. ഈ സൈഡിൽ കാണുന്നത് കാപ്പിക്കുരും കുരുമുളകും വാഴയുടെ 3 തരം കൃഷിയുടെ ഒരുമിച്ച് കൃഷി ചെയ്തേക്കുന്ന സ്ഥലങ്ങളാണ്. തനി ഹൈ റേഞ്ച്. അത് പ്രത്യേകിച്ച് ഒരു കട്ടപ്പന, ഇടുക്കി, ബൈസൺ വാലി, രാജക്കാട്, രാജകുമാരി ഒക്കെ പോലുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന അതേ ക്ലൈമറ്റും അതേ ഫീലും. ഇപ്പോൾ നമ്മൾ എത്തിയേക്കുന്നതാണ് പാച്ചല്ലൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കാണ് ഇനി ചെന്ന് കയറുന്നത്. വീണ്ടും നമ്മൾ ചുരം ഇറങ്ങും കേട്ടോ. ഒറ്റച്ചത്രമൊക്കെ എത്തുന്ന ആ ഒരു മേഖലയിലേക്കാണ്. വലിയ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഫോറസ്റ്റ് ഏരിയ ആയി. ഫോറസ്റ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ട് മരമൊക്കെ വളർന്ന് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ വ്യൂ കാണാൻ പറ്റില്ല. എങ്കിലും നല്ല കൊക്കയാണ് ഇതായിട്ട്. ഈ ഇടുങ്ങിയ റോഡിൽ വെച്ചിട്ട് ഓപ്പോസിറ്റ് ഒരു ബസ് വന്നു കഴിഞ്ഞാൽ അവസ്ഥ. ബസ് നേരത്തെ KC പട്ടി എന്ന് പറഞ്ഞ സ്ഥലം വരെയുള്ള ബസ് സർവീസാണ്. കൊടൈക്കനാലിൽ നിന്ന് ഫുൾ സർവീസ് ഒറ്റച്ചത്രത്തേക്ക് ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ. ഈ KC പട്ടി എന്ന് പറഞ്ഞ സ്ഥലം വരെ ധാരാളം ബസ് സർവീസുകളുണ്ട്. സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ ബസ് പുറോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഡേഞ്ചർ ആട്ടോ. സൈഡ് കൊടുക്കാൻ ഭയങ്കര റിസ്ക് ആണ്. കാരണം കണ്ടോ കറക്റ്റ് സ്ഥലമുള്ളൂ. സൈഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താഴേക്ക് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആട്ടോ. ഒത്തിരി മലകളുടെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഈ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ കുറേ കാഴ്ചകൾ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ചുരം ഇറങ്ങുമ്പോൾ എന്താണെങ്കിലും ഇടത് സൈഡിലാണ് കാഴ്ചകൾ മൊത്തം. ഒത്തിരി മലനിരകളുടെ കാഴ്ച കേട്ടോ. ഡാമുകൾ കാണാം, മലനിരകൾ കാണാം, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരു വലിയ ഹെയർ പിൻ ബെൻഡാണ്. ഇനി നമ്മൾ ഹെയർ പിൻ ബെൻഡുകൾ ഇറങ്ങി താഴോട്ടാണ് എത്തുന്നത്. മല ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഒരു ബസ് ഒരു വണ്ടി ഒന്നും വേറെ ഒന്നുമില്ല കേട്ടോ. വേറെ ഒരു വാഹനങ്ങളും ഇല്ലാത്ത റൂട്ടാണ്. ആരും തന്നെ ഇല്ല. നമ്മൾ കണ്ടക്ടറും പിന്നെ കുറച്ച് 2-3 പേര് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ എന്ത് രസമുള്ള കാഴ്ചകളാണ്. നോക്കി ആ മലയൊക്കെ നോക്കി എന്ത് രസമാണ്. അടിപൊളി വ്യൂ. അമ്മ ഇത്രയും വലിയ ചുരംപാതയാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാനവിടുത്തെ കുറെ ഗ്രാമങ്ങളും കണക്ട് ചെയ്തിട്ട് പോകുന്നു വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ വലിയൊരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചുരം ഇറങ്ങിയാണ് താഴെ ഒറ്റച്ചത്രം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തുക. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകളെല്ലാം ബത്തലക്കുണ്ട് വഴി ഒന്ന് പോവും, അല്ലെങ്കിൽ പളനി വഴി കയറി പോവും. ഒരു നഷ്ടമില്ല. കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് സ്വന്തം വാഹനത്തിലാണെങ്കിലും ബസ്സിനാണെങ്കിലും പോയാൽ ഒരു നഷ്ടമില്ല. കാരണം കാഴ്ചകൾ കാണാൻ പറ്റും. വൈകുന്നേരത്തെ ഒരു സമയമൊക്കെ യാത്ര അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ നോക്കിയ മലകളിലൊക്കെ സ്വർണ്ണ കളറിലാണ് എന്താ പറയുക സൂര്യൻ്റെ ആ പ്രകാശം അടിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്താണേലും ഒരു നഷ്ട
നഷ്ടബോധമില്ല. ഇത്ര ദൂരം നമ്മൾ ബസ്സിന് പോകുന്നു എന്നുള്ളത് നഷ്ടബോധമില്ല. അപ്പൊ അങ്ങനെ ഓരോ ചുരം ഇറങ്ങി നമ്മൾ എന്താ പറയാ മല ഇറങ്ങുന്ന ഒരു കാഴ്ചയാട്ടോ അത്. ഒരുപാട് ചുരം ഇറങ്ങിയിട്ട് വേണം നമ്മൾ മല ഇറങ്ങാൻ. നമ്മൾ ഒരുപാട് ചുരം കയറുകയും ചെയ്തു. ഒരു 17-18ഓളം ചുരം കയറിയിട്ടാണ് ഈ മലയുടെ മുകളിലേക്ക് എത്തിയത്. അതിനുശേഷം ഇനി ചുരം ഇറങ്ങിയിട്ട് വേണം ഒറ്റച്ചന്ദ്രം പോലുള്ള സ്ഥലത്തേക്ക് എത്താൻ. ഒരു വണ്ടിയോ തിരക്കോ ഒന്നും തന്നെയില്ല. വളരെ ഫ്രീ ആയിട്ടാണ് പോകുന്നത്. വലിയൊരു ചുരം വീണ്ടും ഇറങ്ങുകയാണ്. അപ്പോസിറ്റ് ആ മലയുടെ കാഴ്ച കാണാം. വഴി അടിപൊളിയാട്ടോ, സൂപ്പർ വഴിയാണ്. മഴക്കാലത്ത് പോരണം. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ വേറൊരു ഈ വഴി. കരിഞ്ഞു നിൽക്കുന്ന ചെടികളൊക്കെ ഇല്ലേ, അത് മഴക്കാലം കഴിയുമ്പോൾ പച്ചപ്പാവും. അപ്പൊ എന്തായിരിക്കും ഈ റൂട്ടിന്റെ ഒരു ഭംഗി. ഇപ്പൊ തന്നെ ഇത്രയും തണലും പച്ചപ്പും നൽകുന്നുണ്ട്. ചുരം ഇറങ്ങിയിട്ടുള്ള ആ ഒരു റോഡ് വരുന്നേ, എൻ്റെ അമ്മോ, എൻ്റെ മൊത്തം കഷ്ടപ്പെട്ടിട്ടാണ് ഇറങ്ങുന്നത്. ലോവിലാണ് ഇറങ്ങുന്നത്. കാരണം ഇച്ചിരി സ്പീഡ് കൂടി പോയാൽ ഒരു വളവ് കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോകത്തില്ല. താഴെ നല്ല കൊക്കയാണ്, ഭീകരമായ കൊക്കയാണ് താഴോട്ട്. കഠിനമായിട്ടുള്ള ഇറക്കമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് നല്ല നിരന്ന റോഡിലൂടെയാണ് പോകുന്നത്. വനം കഴിഞ്ഞിട്ടില്ല, വനത്തിന്റെ കാഴ്ചകളും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ചുരമൊക്കെ കഴിഞ്ഞ് ആ ഫോറസ്റ്റും കഴിഞ്ഞ് നമ്മൾ നേരെ ആ ഒരു താഴെ വശത്തേക്ക് വന്നു, മലയുടെ അടിവാരത്തോട്ട് വന്നു. അപ്പോൾ ഇവിടുന്ന് ആളുകളൊക്കെ കയറുന്നുണ്ട്. പക്ഷേ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ത് പ്ലാന്റേഷനാണ്, തേക്കിൻ പ്ലാന്റേഷനാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലാന്റേഷനാണ്. ആളുകളൊക്കെ ഇടയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആ വലിയൊരു ചുരം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഈ വണ്ടിയിൽ കയറുന്ന പാസഞ്ചേഴ്സ്, ഡ്രൈവർക്കും അതുപോലെ തന്നെ കണ്ടക്ടർക്കും അവർ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ കൊടുക്കും. ഓറഞ്ച്, പാഷൻ ഫ്രൂട്ടൊക്കെ അവർ മേടിച്ച് 1-2 അവർക്ക് ഇത് വെച്ച് കൊടുക്കും. അത് സ്ഥിരമായിട്ട് അവർ ഈ വഴിയിലൂടെ യാത്ര നടത്തുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വാഹനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് സ്ഥിരം പരിചയമുണ്ട്. അപ്പോൾ അവർ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. അവരുടെ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വന്ന സാധനത്തിൽ നിന്ന് ഒരു പങ്ക് ഈ ഡ്രൈവർക്കും കണ്ടക്ടറൊക്കെ കൊടുക്കുന്നത്. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ബസ്സുകളിലും ഒരുപാട് വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അതെല്ലാം ഒരു കൗതുകമായിട്ട് എപ്പോഴും നമുക്കിങ്ങനെ നിലനിൽക്കും. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലെ ഈ തരിശായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, നമ്മളൊന്ന് പോരുന്ന വഴിക്ക് ഒരു ഡാം കാണും. ഡാമിന്റെ റിസർവെയർ ആണ് കാണുന്നത്. വേറൊരു ബസ് ഓപ്പോസിറ്റ് വന്നു കേട്ടോ. ഒരുപാട് ആളുകൾ താഴെ ഡാമിന്റെ കരയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കട്ടെ, എന്തോ ഒരു കാഴ്ചകൾ, എത്ര വ്യത്യസ്തപരമായ കാഴ്ചകൾ ഈ യാത്ര നമുക്ക് കിട്ടിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. മലയും കാടും കുന്നും ഗ്രാമങ്ങളും എല്ലാം താണ്ടി തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കൊടൈക്കനാലിൽ നിന്നും ഇറങ്ങി താഴ്വാരത്തിലൂടെ നമ്മൾ ഒറ്റച്ചത്രം എന്ന് പറഞ്ഞാൽ ഓറഞ്ചിലെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിലേക്ക് പോകുന്ന ഒരു 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ യാത്ര നടത്തുന്ന 5.5 മണിക്കൂർ നീളുന്ന ഒരു യാത്ര മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാട്ടോ. മസനഗുഡി വഴി ഊട്ടിക്ക് മാത്രമല്ല, ഇതുപോലത്തെ ഒരുപാട് അറിയപ്പെടാതെ കിടക്കുന്ന ചുരം പാതകളും തമിഴ്നാട്ടിൽ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു പ്രതീക്ഷകളില്ലാതെയാണ് യാത്ര നടത്തിയത്. ഗ്രാമങ്ങളുണ്ട്, ഫോറസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും മനോഹരമായ കാഴ്ചകൾ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇത്ര നല്ല റൂട്ടാണെന്ന് വിചാരിച്ചില്ല. നമ്മൾ പോയ സീസൺ പോലും കറക്റ്റ് ടൈമല്ല. ശരിക്കും മഴക്കാലം കഴിഞ്ഞ് നല്ല പച്ചപ്പാർന്ന് നിൽക്കുന്ന സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന റൂട്ടാണിത്. ആ ഒരു ഓഫ് സീസണിൽ പോലും ഇത്രയും മനോഹരമായ പച്ചപ്പും കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ടെങ്കിൽ സീസൺ ടൈമിൽ ഈ വഴിയൂടെയുള്ള യാത്ര എത്ര മനോഹരമായിരിക്കും ഊഹിക്കാമല്ലോ. ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ. ഇവിടെ പഞ്ഞിയാണ് മെയിനായിട്ട് നട്ടു വളർത്തിയേക്കുന്നത്. അടിവാരത്തുള്ള കൊച്ചു ഗ്രാമങ്ങളും കൃഷിത്തോട്ടങ്ങളുമാണ് ഇപ്പോൾ കാണുന്നത്. ക്യാബേജ് ഒക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ടു തുടങ്ങി. ഒരുപാട് കൃഷികളുടെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. പഞ്ഞിമരം ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പഞ്ഞി പൊട്ടി നിൽക്കുന്നുണ്ട്. ഇതാണ് ബെഡിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പഞ്ഞി. ബെഡിലും തലയണയിലൊക്കെ നമ്മൾ പില്ലോയിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു പഞ്ഞിയില്ലേ, അത് ഇതാണ്. അങ്ങനെ നമ്മൾ കോലംപെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. എല്ലാം നല്ല ഗ്രാമപ്രദേശങ്ങൾ തന്നെയാണ്. ചെറിയ വീടുകളും ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളും. നമ്മുടെ ഈ യാത്രയുടെ ആദ്യത്തെ ഒരു പകുതി ചുരം ഇറങ്ങുന്നതിൻ്റെ പകുതി വരെ കൊടൈക്കനാൽ റീജിയനിലുള്ള ഫോറസ്റ്റ് റേഞ്ചിലൂടെയാണ് നമ്മൾ യാത്ര നടത്തിയത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമതലമായിട്ടുള്ള പ്രദേശമല്ലേ, അത് വരുന്ന ഡിണ്ടുഗൽ റേഞ്ചിൻ്റെ കീഴിലുള്ള ഫോറസ്റ്റിലൂടെയാണ്. മലകളുടെയും കുന്നുകളുടെയും ഡാമിൻ്റെയും ഒക്കെ കാഴ്ചകൾ. ശരിക്കും ഇവിടെയുള്ള തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട വനമേഖലകളെല്ലാം ഇതുപോലെ പൊക്കം കുറഞ്ഞ കുറ്റിച്ചെടികൾ നിറഞ്ഞ വനമേഖലയാണ്. എന്നാൽ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട വനമേഖല നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള പോലെ ഇടതൂർന്ന് നിൽക്കുന്ന മഴക്കാടുകൾ പോലത്തെ വനത്തിലൂടെയാണ് കൂടുതൽ നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ജനവാസ മേഖലയിലേക്ക് എത്തിപ്പെട്ടു. ഇത് പഞ്ഞി കൃഷി നടത്തുന്ന കേട്ടോ. ഇതാണ് പഞ്ഞിമരാണ്. കോട്ടൺ പഞ്ഞി ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി നടത്തുന്ന ആ സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടില്ല, വീണ്ടും കാടും ചുരവും മലയും തന്നെയാണ്.
ഞാനോർത്ത് എല്ലാം കഴിഞ്ഞ് അവസാനം എത്താറായി. ഇതൊന്നും എത്തിയിട്ടില്ല. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി വീണ്ടും ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഭീകരമായിട്ടുള്ള ഒരു ഹെയർ പിൻ ബെൻഡാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അത് ഇറങ്ങുന്നത്. ഒരടി തെറ്റിക്കഴിഞ്ഞാൽ താഴെ എത്തും. എവിടെ താഴെ? ഇതിന്റെ താഴെ. എൻ്റെ അമ്മേ, ഇതൊരു ഗംഭീര വഴി തന്നെ കേട്ടോ. ഇപ്പൊ എന്താണേലും ഒറ്റച്ചത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലം കാണാൻ പറ്റും. അത് ദൂരെ, അങ്ങ് ദൂരെയാണ് കാണുന്നത്. അപ്പൊ ഇത് എത്ര മല കയറി ഇറങ്ങിയിട്ടാ ഇങ്ങോട്ടേക്ക് എത്തുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അടുത്ത ഹെയർ പിൻ ബെൻഡ് പതിയെ ഇറങ്ങി ഓപ്പോസിറ്റ് കാണുന്ന ഒരു മല. അപ്പൊ നമ്മൾ ഒത്തിരി ഒരു 3 മല കയറി ഇറങ്ങിയിട്ടോ ഇപ്പൊ നിലവില്. അങ്ങനെ 3 മലയുടെ ചുരം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒറ്റച്ചത്രം എന്ന് പറഞ്ഞ ആ ഒരു ടൗണിലേക്ക് എത്തുന്നത്. ആ ടൗൺ നമുക്ക് ദൂരെ കാണാൻ പറ്റി, പക്ഷെ ഈ മലയുടെ താഴ്വാരത്താണ്. നല്ല ഹെയർ പിൻ ബെൻഡാണ്. അതിഭീകരമായിട്ടുള്ള ഹെയർ പിൻ ബെൻഡുകൾ തന്നെ കേട്ടോ. ഞാൻ കണ്ടില്ല, കാണാതെ പറഞ്ഞ ഇവിടെ ബോർഡുകളൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഇറങ്ങി നമ്മളിത് ഈ കാണുന്നതാണ് ഒറ്റച്ചത്രം എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ. ആ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലേക്ക് ചെല്ലുന്നതിന് തൊട്ട് മുൻപുള്ള കാഴ്ചകളാണ്. എൻ്റെ മോനെ, നമ്മൾ ഫ്ലൈറ്റൊക്കെ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപേ നമ്മൾ കാണുന്ന ഒരു വ്യൂ ഇല്ലേ, അതുപോലത്തെ ഒരു വ്യൂ ആണ്. അതുപോലത്തെ ഒരു കിടിലൻ വ്യൂ ആണ്. ആ സൈഡ് ചേർത്ത് പിടിച്ചിട്ട് കേട്ടോ വളച്ചിറങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ ഇറങ്ങി പോയില്ലെങ്കിൽ എൻ്റെ അമ്മയെ പേടിയാവണം കണ്ടിട്ട്. ഒറ്റ സ്ട്രെച്ചിൽ ഇറങ്ങി പോയില്ലെങ്കിൽ പിന്നെ റിവേഴ്സ് എടുക്കേണ്ടി വരും. വലിയ പാടാണ് ഇവിടെ റിവേഴ്സ് എടുത്ത് ഇറങ്ങി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണെങ്കിലും സന്തോഷമായി ഗോപിയേട്ടാ, സന്തോഷമായി. അങ്ങനെ നമ്മളിത് വീണ്ടും ഒരുപാട് ചുരം ഇറങ്ങി. ഇപ്പം തീരുന്നു വിചാരിച്ചിട്ട് എവിടെ തീരാൻ, മലകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടൗൺ നമുക്കിപ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. താഴെ കാണുന്നതാണ്, താഴോട്ട് കാണുന്നതാണ് ഒറ്റച്ചത്രം എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ. നമ്മൾ ഈ ചുരമൊക്കെ ഇറങ്ങിയിട്ടാണ് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഒരുപാട് ചുരങ്ങൾ ഇറങ്ങി. 2 സൈഡിലോട്ടും കുന്നും മലയാണ്. അങ്ങോട്ടേക്കും കൊക്ക, ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും കൊക്കയാണ്. ഈ മലയിൽ കാണുന്ന മരങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ പുളിമരമാണ്. പുളി, ഈ വാളംപുളിയില്ലേ, ഈ വാളംപുള്ളിയുടെ മരങ്ങളാണ്. അതും ഫുള്ള് പഴുത്ത് ഇങ്ങനെ പുളി ഉണ്ടായി കിടക്കുന്ന കാഴ്ചയാണ്. അത് കാണുമ്പോണ്ടല്ലോ എനിക്കിങ്ങനെ വായിൽ വെള്ളം ഊറി വരിക. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ളതെന്ന് തോന്നുന്നു. ആരും ആൾക്കാർ പറിക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മേ, എനിക്ക് ആ കൊക്കയുടെ എഡ്ജിൽ വന്ന് നിർത്തിയിട്ടാണ് റിവേഴ്സ് എടുത്ത് പോകുന്നത്. താഴോട്ടുള്ള കുഴി എന്ന് പറഞ്ഞാൽ അതിഗംഭീര കുഴിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഒറ്റച്ചത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൗൺ. അതിലെ ടൗണിൻ്റെ ഉൾപ്രദേശങ്ങളാണിത്. അതിന് മുന്നേ റെയിൽവേ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസ് ചെയ്തിട്ടാണ് ടൗണിലേക്ക് എത്തുന്നത്. ഒറ്റച്ചത്രം ടൗണിലേക്ക് എത്തി. ഇവിടുന്ന് 29 കിലോമീറ്ററാണ് പളനിക്ക്. 29 കിലോമീറ്റർ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പളനി. മധുരയ്ക്ക് 83 കിലോമീറ്റർ. വലത്തോട്ട് ഡിണ്ടുകൽ, ഇടത്തോട്ട് പളനി, അങ്ങനെയാണ് വരുന്നത്. നമ്മൾ ആ കാണുന്ന മലയുടെ മുകളിൽ നിന്നുമാണ് ഇറങ്ങി വന്നത്. എന്താണേലും ആ മനോഹരമായിട്ടുള്ള ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയാണ്. ഈ ബസ് സ്റ്റാൻഡ് കൊള്ളാമല്ലോ. ബസ് സ്റ്റാൻഡ് തന്നെ മലയുടെ താഴ്വാരത്താട്ടോ. മലയുടെ ഒരു ഓവറോൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. എന്താണേലും ഒറ്റച്ചത്രം ബസ് സ്റ്റാൻഡിലേക്ക് നമ്മളിത് കയറുവാണ്. അപ്പോൾ നമ്മളിത് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങി കേട്ടോ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓക്കെ ബൈ സാർ. ഉങ്ങളുടെ പേര്? രമേശ്. എൻ്റെ പേര് എബിൽ. താങ്ക് യു. ഓക്കെ ബൈ. ടീ സാപ്പിടുക. ഇത് ആ മലയുടെ മുകളിൽ നിന്നാണ് നമ്മൾ താഴ്ത്തിറങ്ങി വന്നത് കേട്ടോ. ഫുള്ള് ചുറ്റും മലയാണ്. ഈ ഒരു സിറ്റി ഇരിക്കുന്നത് തന്നെ, ഒറ്റച്ചത്രം എന്ന് പറഞ്ഞ സിറ്റി ഇരിക്കുന്നത് തന്നെ മലകളുടെ താഴ്വാരത്താണ്. അപ്പോൾ ഒറ്റച്ചത്രം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അതിമനോഹരമായിട്ടുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ഫോറസ്റ്റ്, കൃഷി, അതുപോലെ തന്നെ ഡാം, ചുരം പാതകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും കൊടൈക്കനാലൊക്കെ വരുന്നവർ ഈ ബസ്സിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്താണെങ്കിലും നഷ്ടം വരില്ല. ഒറ്റച്ചത്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങി കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് പളനി ചെന്ന് പളനിയിൽ നിന്ന് ബസ് കിട്ടും. 3 വഴിയുള്ള ബസ്സൊക്കെ കിട്ടും. രാത്രി വെളുപ്പിന് 2 മണിക്കൊക്കെ ഉണ്ട്. അതുകൂടാതെ ഒറ്റച്ചത്രം റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അമൃത എക്സ്പ്രസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് പാലക്കാട് പോയി കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് ബസ് കിട്ടും. അപ്പോൾ എന്താണെങ്കിലും അടിപൊളി ഒരു യാത്രയാണ്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യുക. കൊടൈക്കനാൽ വരുന്നവർ ഇനി 12-15 ഒറ്റച്ചത്രം ബസ്സിൽ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.